ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി കട്ട്ലറ്റാണ്. എങ്ങനെ നമുക്ക് കട്ട്ലറ്റ് പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്ന് നോക്കാം. കട്ട്ലറ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം നമുക്കൊന്ന് തയ്യാറാക്കി വെക്കാം. ആദ്യം 2 ഒനിയനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞതാണിത്. അതിനുശേഷം 4 പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ചതാണ് ഇത്. അത് തൊലി കളഞ്ഞ് ഞാൻ ഉടച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മീറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മീറ്റ് കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. മീറ്റ് ഉപ്പും മഞ്ഞളും ഇട്ട് കുക്കറിനകത്ത് വിസിലടിച്ച് അതൊന്ന് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തതാണിത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ട സാധനമാണ് ഇഞ്ചിയും കറിവേപ്പിലയും. പച്ചമുളക് വേണമെന്നവർക്ക് അതും ആഡ് ചെയ്യാം. ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ. ബ്രെഡ് ക്രംസ് ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഒരു 5 ബ്രെഡ് എടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ച് വെക്കാം. അപ്പം ബ്രെഡ് ക്രംസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ച് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ആദ്യം തന്നെ ചട്ടി വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നന്നായി വഴട്ടിയെടുക്കുക. സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം. ഓൾറെഡി നമ്മൾ ഉരുളക്കിഴങ്ങിലും മീറ്റിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കിയാൽ മതി. ഇതാ നോക്കിയേ, സവാള നന്നായി വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതും നന്നായി ഒന്ന് വാടി കിട്ടണം കേട്ടോ. ഇതിലേക്ക് വേണ്ടുന്ന പൊടി ഐറ്റംസാണ് ഇനി എടുക്കേണ്ടത്. ഞാൻ ഒരു പാത്രത്തിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പൊടി ഐറ്റംസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി ചേർക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. പൊടി കരിഞ്ഞു പോയാൽ നമുക്ക് കട്ട്ലറ്റിനകത്ത് ആ കരിഞ്ഞ ഫീലിംഗ് കിട്ടും. അതുകൊണ്ട് പൊടി കരിയാതെ സൂക്ഷിക്കണം കേട്ടോ. ഈ മിക്സിലേക്ക് ഇനിയും ഉടച്ച് വെച്ച പൊട്ടറ്റോ ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. പൊട്ടറ്റോ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പൊട്ടറ്റോ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അരച്ച് വെച്ച മീറ്റാണ് ഇനിയും ചേർക്കേണ്ടത്. അപ്പോൾ മീറ്റ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. പൊട്ടറ്റോയും മീറ്റുമെല്ലാം ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചതായതുകൊണ്ട് ഇത് ഒരുപാട് നേരമൊന്നും തീയിൽ കിടക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഇത് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് അന്നേരം തന്നെ ഓഫ് ചെയ്യാം. ഞാനപ്പോൾ അത് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തണുക്കാൻ വേണ്ടി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ കുഴച്ചെടുത്ത ആ ഒരു ടെക്സ്ചറാണിത്. നന്നായി കൈകൊണ്ട് കുഴച്ചെടുത്തതാണ് കേട്ടോ. നെക്സ്റ്റ് ഈ കുഴച്ച് വെച്ച മിക്സ് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് ചെയ്യാം. ഞാനിപ്പം ചെറിയ ചെറിയ റൗണ്ടിലാണ് എടുക്കുന്നത്. എൻ്റെ കൈവെള്ളയിൽ ഒതുങ്ങുന്നത് പോലെയുള്ള ബോളുകൾ എടുത്തിട്ട് അതിനെ മറ്റു കൈവെള്ളയിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം ആ കിട്ടുന്ന ഷേപ്പാണ് ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കിയത്. സൈഡെല്ലാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇതാ നോക്കിയേ, ഇത്രയും കട്ട്ലറ്റുകൾ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയുള്ളൊരു കോട്ടിംഗ് ആണ് ഇനിയും വേണ്ടത്. അതിന് വേണ്ടി ഞാൻ മൈദാമാവാണ് യൂസ് ചെയ്യുന്നത്. മൈദാമാവും ഉപ്പും കൂടെ വെള്ളം ഒഴിച്ച് കലക്കിയ മിക്സാണ് ഇരിക്കുന്നത്. നല്ല ലൂസായി മൈദാമാവ് കലക്കാൻ മറക്കരുത്. അപ്പോൾ കട്ട്ലറ്റ് എടുത്തു. മൈദാമാവിലൊന്ന് 2 സൈഡും മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കുക. അതിൻ്റെ മുകൾ ഭാഗത്തും താഴെയും നന്നായിട്ട് ബ്രെഡ് ക്രംസ് പറ്റിയിരിക്കണം. അതിനുശേഷം നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഈ കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ കട്ട്ലറ്റും ഈ സെയിം പ്രോസസ്സിൽ തന്നെ ചെയ്തെടുക്കണം. തിളച്ച എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് ഇത് ഇളക്കി കൊടുക്കാൻ മറന്നു പോവരുത്. വേറെ ജോലിക്കൊന്നും പോവരുത്, ഇത് കരിഞ്ഞു പോവും പെട്ടെന്ന്. നമുക്കിതിൻ്റെ പുറം ഭാഗം മാത്രം ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഉള്ളെല്ലാം നന്നായിട്ട് വെന്തതാണ്. അപ്പോൾ അതിൻ്റെ പുറമേ ഉള്ള കോട്ടിങ് മാത്രമാണ് നമുക്കൊന്ന് മുറിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കണം, മറ്റെങ്ങും പോവരുത്.
കട്ട്ലറ്റിൻ്റെ അടിഭാഗം ഒന്ന് നന്നായി മുരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. ഇതാ നോക്കിക്കേ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും അടിഭാഗം നന്നായി മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള കട്ട്ലറ്റ് എല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. സൺഫ്ലവർ ഓയിലിൽ കുക്ക് ചെയ്യുന്നതാണ് എനിക്ക് ഒന്നും കൂടെ നന്നായിട്ട് തോന്നിയത്. വെളിച്ചെണ്ണയിലാവുമ്പം ഇതുപോലെ പതഞ്ഞ് എണ്ണ വരുന്നുണ്ടായിരുന്നു. നേരെ മറിച്ച് സൺഫ്ലവറിലാണ് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇതുപോലെ എണ്ണ പതഞ്ഞ് വന്നിട്ടില്ല. സോ അങ്ങനെ ഞാൻ എല്ലാ കട്ട്ലറ്റും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. കട്ട്ലറ്റ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ.